ബഹുമാനിയായ ക്ഷേത്ര ഉപദേശ സമിതി അംഗങ്ങൾ, ഭാരവാഹികൾ, എത്തിച്ചേർന്നിരിക്കുന്ന ഭക്തജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ജനുവരി 26 നടക്കുന്ന തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള വിലങ്ങര കാവടിയാട്ടം എന്ന വിശ്വപ്രസിദ്ധമായ ആട്ടവിശേഷത്തിന് ഇന്നലെ അതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വിലങ്ങര ക്ഷേത്രത്തിൽ ഇന്നലെ നടന്ന കാവടി ചമയം ശബരിമല തന്ത്രി കണ്ഠര് രാജീവര് അവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഔപചാരികമായി ഉദ്ഘാടന കർമ്മം ചെയ്യപ്പെട്ടു. തുടർന്ന് മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വിലങ്ങര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിച്ച ദേവരഥം നാളെ വൈകിട്ട് 6:30 അവിടെ സമർപ്പിക്കപ്പെടുകയാണ്. ആ ദേവരഥത്തിൽ പ്രതിഷ്ഠിക്കുന്നതിനുള്ള പഞ്ചലോക വിഗ്രഹം ഇന്ന് കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രാങ്കണത്തിൽ ഏറ്റുവാങ്ങി പടിഞ്ഞാറ്റിങ്കര മഹാദേവ ക്ഷേത്രം വഴി വിലങ്ങര ക്ഷേത്ര അങ്കണത്തിന് സമീപ പ്രദേശത്തുള്ള കരകളിൽപ്പെട്ട വിവിധങ്ങളായ ക്ഷേത്രങ്ങളിലൂടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് മുൻ വർഷത്തെ പോലെ കടയ്ക്കൽ ദേവീക്ഷേത്ര സന്നിധിയിലെത്തിയത്. മുൻ വർഷത്തെ ആചാര വിധി അനുസരിച്ചുള്ള എല്ലാ ചടങ്ങുകളും വിലങ്ങര ദേശത്തു നിന്ന് എത്തിച്ചേർന്ന ഭക്തജനങ്ങളും അതിന്റെ ഭാരവാഹികളിലൂടെ ഇവിടെ നൽകപ്പെട്ടു. ആ ചടങ്ങുകൾക്ക് കടയ്ക്കൽ ദേവീക്ഷേത്ര ഭാരവാഹികൾ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ സൗഹൃദത്തോടെ ആ ചടങ്ങിന് നേതൃത്വം കൊടുക്കുകയും ആത്മാർത്ഥമായി സഹകരിക്കുകയും വിലങ്ങര സുബ്രഹ്മണ്യ സ്വാമിയുടെയും കടയ്ക്കൽ ദേവിയുടെയും ഒക്കെ അനുഗ്രഹത്തിന് പാത്രീഭൂതമാവുകയും ചെയ്തിട്ടുണ്ട്. അതിന് തൃക്കഴിയൂർ ദേവസ്വം ഭരണസമിതി വിലങ്ങരയുടെ നാമധേയത്തിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരം അറിയിക്കുകയാണ്. മാത്രമല്ല, നാളെ നടക്കുന്ന സമർപ്പണ സദസ്സിലും അതുമായി ബന്ധപ്പെട്ട കാവടി പൂജ അടക്കമുള്ള വിധിപ്രകാരമുള്ള ചടങ്ങുകളിലും 26-ാം തീയതി വിലങ്ങര കാവടിയോടനുബന്ധിച്ച് വെളുപ്പിനെ 4 മണി മുതൽ ആരംഭിക്കുന്ന ഏതാണ്ട് 1 മണി വരെ നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ ദ്രവ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അഭിഷേക ചടങ്ങുകളിലും ഉച്ചയ്ക്ക് നടക്കുന്ന കാവടി ഘോഷയാത്രയിലും ആ കാവടി ഘോഷയാത്ര സംഗമിച്ചതിന് ശേഷം ഈ നാളെ വൈകിട്ട് സമർപ്പിക്കപ്പെടുന്ന ദേവരഥം ഏതാണ്ട് 180ഓളം പരം വ്രതധാരികളായ ഭക്തജനങ്ങളിലൂടെ അത് ക്ഷേത്രത്തിന് 3 പ്രദക്ഷിണം വയ്ക്കുന്നതും തുടർന്ന് വൈകിട്ട് നടക്കുന്ന ഭസ്മക്കാവടിയോടനുബന്ധിച്ചും വീണ്ടും ഈ രഥം 3 തവണ പ്രദക്ഷിണം വയ്ക്കുന്നതുമാണ്. രാവിലെ മുതൽ നടക്കുന്ന ഈ അഭിഷേകങ്ങൾക്ക് ശേഷം ഉച്ചയ്ക്ക് കളഭമാടി ഈ അഭിഷേകങ്ങൾ അവസാനിക്കുന്നതും വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം പുഷ്പാഭിഷേകവും തുടർന്ന് ഭസ്മക്കാവടിയോടനുബന്ധിച്ചുള്ള ഭസ്മാഭിഷേകവും വിവിധങ്ങളായ ചടങ്ങുകളോടുകൂടി ആചാരവിധി അനുസരിച്ച് ക്ഷേത്രം തന്ത്രി ജാതവേദൻ നമ്പൂതിരി അവരുടെ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നതാണ്. പ്രസ്തുത ചടങ്ങുകൾ തികച്ചും ഈശ്വരീയമായ ചിന്തയോടുകൂടി ആധ്യാത്മികമായ തലങ്ങളിലൂടെ ആ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുമാറ് നടത്തുന്ന ആ വിശേഷ ചടങ്ങിൽ കടയ്ക്കൽ ദേവിയുടെ പ്രജകളായി ഈ പ്രദേശവാസികളായ ഭക്തജനങ്ങൾ അവിടെ എത്തിച്ചേർന്ന് ഈ അനുഗ്രഹം ഏറ്റുവാങ്ങണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതിന് ഈ ക്ഷേത്ര ഭരണസമിതിയുടെ ഭാരവാഹികളെയും കടയ്ക്കൽ ഗ്രാമപ്രദേശത്തുള്ള എല്ലാ ഭക്തജനങ്ങളെയും വിലങ്ങര ക്ഷേത്ര സങ്കേതത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. വളരെ ഔദ്യോഗികമായി ഒരു ക്ഷണമായി ഇത് സ്വീകരിച്ച് ആ ചടങ്ങുകളിൽ അന്ത്യാവസാനം വരെ പങ്കെടുക്കുവാൻ ഈ പ്രദേശവാസികളായ എല്ലാ ഭക്തജനങ്ങൾക്കും കഴിയട്ടെ. അതിന് കടയ്ക്കൽ ദേവിയുടെ അനുഗ്രഹം നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ. വിലങ്ങര സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ചടങ്ങിന് നേതൃത്വം കൊടുത്ത കടയ്ക്കൽ ദേവി ക്ഷേത്ര ഉപദേശ സമിതി സെക്രട്ടറി ശ്രീ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള ആ ഭരണസമിതി അംഗങ്ങൾ എല്ലാവരുടെയും പേര് ഞാൻ ഓർക്കുന്നില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായി മുൻകാലങ്ങളിൽ സഹകരിച്ചവരുടെ എല്ലാം മുഖം ഞങ്ങൾക്കറിയാം. അവർ തന്നെ ഇന്നും ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കേറെ സന്തോഷമാണ്. തീർച്ചയായും എക്കാലവും ഈ ഒരു വലിയ ബന്ധം നീണ്ടു നിൽക്കാൻ
നമുക്ക് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ, വിലങ്ങറ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും നമുക്ക് നേരിൽ കാണുവാനും സൗഹാർദ്ദം പുലർത്തുവാനും ഈ ആധ്യാത്മികമായ ചടങ്ങിന് പരസ്പരം നേതൃത്വം കൊടുക്കുവാനും കഴിയട്ടെ. അതിന് ദേവിയുടെയും വിലങ്ങറ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് ഈ ദേവരഥം സമർപ്പിക്കുന്നതിനുള്ള പഞ്ചലോക വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ രഥം നമ്മൾ നേരത്തെ തീരുമാനിച്ചതുപോലെ ആ ക്രമമായി പോകേണ്ടതും ഓവർടേക്ക് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതും. ഇനി നമ്മൾ പോകുന്നത് MC റോഡിലൂടെയാണ്. ചടയമംഗലത്ത് എത്തിക്കഴിഞ്ഞാൽ MC റോഡിലൂടെ പോകുന്ന ആ യാത്രയിൽ മുറിഞ്ഞു പോകാതെ വളരെ ഒത്തൊരുമയോടുകൂടി ഒന്നിച്ചു പോകത്തക്ക സാഹചര്യം ഉണ്ടാകണം. അതിനെല്ലാവരും ആത്മാർത്ഥമായി ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സഹകരിക്കണം എന്ന് പറയേണ്ട ഒരു ആവശ്യകതയില്ല. കാരണം ഈ ക്ഷേത്രത്തിന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകളും. അതുകൊണ്ട് എല്ലാവരും വളരെ ഒത്തൊരുമയോടുകൂടി, വളരെ ശ്രദ്ധയോടുകൂടി, വളരെ ജാഗ്രതയോടുകൂടി ഈ ഘോഷയാത്ര നേരെ കൊട്ടാരക്കരയിലേക്ക് എത്തുകയും കൊട്ടാരക്കരയിൽ നിന്നും വിലങ്ങറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എത്തുമ്പോൾ കർപ്പൂര ദീപക്കാഴ്ചയോടുകൂടി ക്ഷേത്രാങ്കണത്തിൽ ക്രമീകരിച്ചിട്ടുള്ള കർപ്പൂരങ്ങൾ ഒന്നിച്ച് അത് ദീപമായി ഈ പഞ്ചലോക വിഗ്രഹവുമായി വരുന്ന രഥത്തെ സ്വീകരിക്കുന്ന ആ വലിയ ചടങ്ങിന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അതിന്റെ പവിത്രതയും അതിന്റെ ഭക്തിയോടെയും കൂടി വേണം നമ്മൾ ആ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേരാൻ. അതുകൊണ്ട് സമയബന്ധിതമായി, സമയം ദീർഘിപ്പിക്കാതെ വളരെ അച്ചടക്കത്തോടുകൂടി ഈ ഘോഷയാത്ര ഇവിടെ നിന്നും ആരംഭിക്കണം എന്നൊരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി വിലങ്ങറ കാവടിയാട്ടത്തിന്റെ ആ മഹത് സംരംഭത്തിലേക്ക് ഈ പ്രദേശവാസികളെ ഒന്നുകൂടി ആധികാരികമായി ക്ഷണിക്കാൻ കൂടി അവസരം വിനിയോഗിക്കുന്നു. എല്ലാവരെയും ദേവന്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാത്തിനും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അല്ല, നിങ്ങളെ ഫോണിൽ എടുത്താലും മതി. അയച്ചു തന്നാൽ മതി. ഞാൻ ലൈവ് കൊടുക്കല്ലേ.